പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വചന സമീക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ആ മനുഷ്യൻ ചെന്ന് തന്നെ സൗഖ്യമാക്കിയത് യേശു ആണെന്ന് എല്ലാ യഹൂദന്മാരോടും അറിയിച്ചു. നമുക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു രോഗസൗഖ്യമായാലും ഒരു അനുഗ്രഹമായാലും നാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് സൗഖ്യം കിട്ടി, ഞാൻ രക്ഷപ്പെട്ടല്ലോ, എനിക്ക് ഓക്കെ, ഭയങ്കര സെൽഫിഷാണത്. വേറെ ആരോടും പറയണ്ട എന്നൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ സാക്ഷീകരിക്കാൻ പറ്റുന്നതിടത്തോളം സാക്ഷീകരിക്കുക. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വചന സമീക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്മിത്ത് എന്നു പേരുള്ള ഒരു ബാലൻ ഉണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ അവനൊരു പിതാവും മാതാവും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ദൈവത്തെ അറിഞ്ഞവരായിരുന്നു. പക്ഷേ സ്മിത്തിൻ്റെ പിതാവിന് ദൈവവിശ്വാസം ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഫാമിലിയിൽ പ്രെയറോ എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ അദ്ദേഹം ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കും. ഇത്തിരി പോലും വിശ്വാസവും ഇല്ല. ആ വിശ്വാസത്തോട് വലിയൊരു എതിർപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം സ്മിത്തിന് ഭയങ്കര വിഷമമായിരുന്നു. കാരണം തൻ്റെ പിതാവ് മാത്രം വിശ്വാസത്തിലില്ലല്ലോ, അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ സ്മിത്ത് സ്ഥിരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു വന്നു. ദൈവമേ, എൻ്റെ പിതാവിനെയും കൂടെ ഒന്ന് രക്ഷിക്കപ്പെടുത്തണേ, അദ്ദേഹം ഒരിക്കലും എന്താ പറയുക നഷ്ടപ്പെട്ടു പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പിതാവിനെ അനുഗ്രഹിക്കണേ എന്നൊക്കെ. എന്നാൽ ഈ പ്രാർത്ഥനയൊന്നും പിതാവ് കേൾക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്താ പറയുക ആ ഒരു വിശ്വാസത്തോട് താല്പര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പിതാവ് ഇങ്ങനെ വീട്ടിലുള്ള സമയത്ത് എന്തോ ഒരു കാര്യം പറഞ്ഞ് സ്മിത്ത് ഇങ്ങനെ പിതാവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പിതാവ് പെട്ടെന്നൊരു കാര്യം നോട്ടീസ് ചെയ്തു. അവൻ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ മുട്ടിൻ്റെ ഭാഗം വന്നിട്ട് അത് കീറിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഫാഷനൊന്നും അല്ല കേട്ടോ, ഇത് കുറേ മുന്നേ ഉള്ള കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ട് പിതാവ് സ്മിത്തിനോട് ചോദിച്ചു, എന്തോ പറ്റി, നിൻ്റെ പാൻ്റെല്ലാം ഇങ്ങനെ മുട്ടിൻ്റെ ഭാഗം കീറിയിരിക്കുന്നു. ഇതിന് മുന്നേ ഒരിക്കൽ കണ്ടപ്പോഴും നീ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ മുട്ടിൻ്റെ ഭാഗം വരണടുത്ത് കുറച്ചൊന്ന് ഫേഡായിട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്തു പറ്റി, നിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ചീത്താവുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞ് വളരെ എന്താ പറയുക സ്നേഹത്തോടെ പിതാവിനോട് പറഞ്ഞു, അത് ഞാൻ എന്നും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അത് ഞാൻ എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് നേരം നിന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അത്രയും നേരം ഇങ്ങനെ മുട്ടിന്മേലല്ലേ നിൽക്കുന്നത്, സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ടാവും എൻ്റെ ഡ്രസ്സൊക്കെ മുട്ടിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ ചീത്തായി പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, ശരി, കുഴപ്പമില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ദീർഘമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. കാരണം തൻ്റെ കുഞ്ഞിന് തന്നോടുള്ള സ്നേഹമാണ് അവൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, അവൻ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവൻ ഇത്രയും ഇങ്ങനെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. കാരണം തൻ്റെ ഭാര്യ പറയുന്നുണ്ട്, മകൾ പറയുന്നുണ്ട്, അതൊന്നും ഇതുവരെയും ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ദൈവത്തെ അറിയണം എന്നുള്ളതും ദൈവത്തെ വിശ്വസിക്കണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു അനുഭവം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ എന്താ പറയുക വേദനിപ്പിച്ചു. തൻ്റെ കുഞ്ഞ് അതിനുവേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹം പതിയെ പതിയെ മാറാൻ തുടങ്ങി. നമുക്ക് ഒരു കോള് വരുന്നുണ്ട്, കോളിന് ശേഷം കഥ തുടരാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അങ്കമാലിയിൽ നിന്നും അന്നാമ്മ ബേബി. അങ്കമാലിയിൽ നിന്നും അന്നാമ്മ ബേബി ആന്റി. സുഖായിരിക്കുന്നോ ആന്റി? ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. മഴയൊക്കെ എങ്ങനെയുണ്ട്? സുഖമാണല്ലോ അല്ലേ? അതെ അതെ, ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നല്ല മഴ ദൈവകൃപയാൽ. അതെ, ഇവിടെയും അതെ കേട്ടോ, നല്ല മഴ. മഴ ആവശ്യമാണ് മോളെ, അല്ലെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് വെള്ളം ഉണ്ടാവില്ല കുടിക്കാൻ. അതെ അതെ, സത്യമാണ്. എങ്ങനെയുണ്ട് അവിടെ അടുത്തുള്ള കർഷകരൊക്കെ? ഇവിടെ അടുത്ത ആൾക്കാർക്കൊക്കെ നല്ലതാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ എല്ലാവർക്കും ഇഷ്ടമാണ്. അതാ. ഓക്കെ, അപ്പോ എന്താ പറയാ, വീട്ടില് എല്ലാരും സുഖമായിരിക്കുന്നല്ലോ? എല്ലാരും സുഖമായിരിക്കുന്നു, നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ദൈവകൃപയാൽ നല്ല സുഖമായിരുന്നു. കാലാവസ്ഥ നല്ലതായിരുന്നു. ബൈബിളൊക്കെ വായിച്ചായിരുന്നോ? മിനിഞ്ഞാന്നെ ബൈബിള് വായിച്ചിട്ടേ എനിക്ക് സങ്കടം വരാറുന്നു. എന്താണ്, ഏത് പോർഷനായിരുന്നു വായിച്ചത്? ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം. അതിന്റെ അകത്ത് ഞാൻ അത് അനുഭവസാക്ഷിയായിട്ട് അല്ല, ഇതായിട്ട് പറയാം. ഓക്കെ ആന്റി, മതി 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 ആയിക്കോട്ടെ. അന്നേരം ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ ഒരു പിതാവ് തന്റെ 2 പുത്രന്മാരോട് ആവശ്യപ്പെട്ടു. എങ്കിലും പിതാവിന്റെ ഇഷ്ടം ചെയ്തത് ആരാണ്? പോകൂല എന്ന് പറഞ്ഞിട്ട് പോയ മകൻ. ഓക്കെ, അത് ആരായിരുന്നു? എത്രാമത്തെ ആളായിരുന്നു അത്? രണ്ടാമത്തെ ആള്.
ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആന്റി. ഒന്നാമത്തെ അടുക്കൽ ചെന്ന് മകൻ ഒന്നാമത്തവനാ പോയെ. ആ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്, ഉത്തരം ശരിയാണ്. അതായത് പോകില്ല എന്ന് പറഞ്ഞിട്ട് പോയ ആള് തന്നെയാണ് അല്ലേ ഒന്നാമത്തവൻ. അതെ 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 അതെ. ഓക്കെ, എന്തായാലും ആന്റി പറഞ്ഞ ഉത്തരം ശരിയാണ്. അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ താങ്ക് യു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചോദിച്ചോ. രണ്ടാമത്തെ മകൻ പിതാവിനോട് എന്തു പറഞ്ഞു? അവൻ ചെയ്തത് എന്ത്? പോകാമെന്ന് പറഞ്ഞു, പക്ഷെ പോയില്ല. ഓക്കെ, ഉത്തരം ശരിയാണ്. പോകാമെന്ന് പറഞ്ഞെങ്കിലും അവൻ പോയില്ല. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു ആന്റി. കൺഗ്രാറ്റുലേഷൻസ്. ഇനി 2 ചോദ്യം കൂടെ ഉണ്ട്. അതിനു മുന്നേ എന്താ പറയാ, ബൈബിളില് ആന്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ ആന്റി കഴിഞ്ഞ ആഴ്ച വായിച്ചതിൽ ആന്റിക്ക് ഒത്തിരി മനസ്സിനെ മനസ്സിനെ സന്തോഷിപ്പിച്ച ഒരു ഭാഗം പറയോ? അതെ, സ്വാധീനിച്ചൊരു ഭാഗം. സ്വാധീനിച്ചൊരു ഭാഗം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തില് യൗസേപ്പ് മകനുണ്ടായി. 2 മക്കളുണ്ടായിരുന്നു. അപ്പൊ മൂത്തവന് മനേശ എന്ന് പേരിട്ടു. മനേശ എന്ന പേരിന്റെ അർത്ഥം എല്ലാം മറക്കുന്നു, എല്ലാം മറക്കണം. അപ്പൊ ഇപ്പൊ ഒരു കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവണേക്ക് മുമ്പ് ദക്കാമ, നസറിയ, സച്ചിൻ എന്നൊക്കെ പേരുണ്ട്. അപ്പൊ നമ്മുടെ ജോസഫ് എല്ലാം മറക്കാൻ വേണ്ടി പേരിട്ട് അത് തന്നെയല്ല, ഈ നമ്മൾ മറക്കണം. മറന്നില്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഭീകരരുണ്ടാവുമ്പോ വാശി. നമ്മളൊരു കാര്യം ഉണ്ടായി. ഇപ്പൊ ജോസഫ് ഭീകരന്റെ നമ്മുടെ എവിടെ നോക്കിയാലും അവരുടെ ഹൃദയത്തിൽ വാശി കിടക്കാണ്. അപ്പൊ ആ വാശി കൊണ്ട് അവര് ഇപ്പൊ എന്തോരം ഡോക്ടർമാരെയൊക്കെ സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കാൻ പറ്റൂല എന്നും പറഞ്ഞ് ആൾക്കാര് പെട്രോൾ ഒഴിച്ച് കൊല്ലണം. അതൊക്കെ എന്താ ഈ ഹൃദയത്തില് ഇല്ല, അവര് ആ വാശി. അപ്പൊ ഇപ്പൊ ജോസഫ് ആണെങ്കിൽ എല്ലാം മറക്കാൻ തന്റെ മകന് മനേശ എന്ന് പേരിട്ടു, രണ്ടാമത്തേന് എഫ്രായിം എന്ന് പേരിട്ടു. അപ്പൊ ഇത് നമുക്കിത് വായിച്ച് ഗ്രഹിച്ച് എനിക്ക് 2-3 പ്രാവശ്യം വായിച്ചിട്ട് ഇത് മനസ്സിലായത്. അതില് 10-70 വയസ്സായി, പിന്നെ ഓർമ്മ നിൽക്കൂല. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം വായിച്ചു. അപ്പൊ ഞാൻ ഓർക്കാണ് എന്റെ ആങ്ങളയുടെ മോന്റെ പേരിലേക്കണത് ബക്കാമ. രണ്ടാമത്തെ കൊച്ചിന്റെ പേര് നസ്രിയ, പെണ്ണ്. അപ്പൊ നമ്മളിപ്പോ ഈ കൊച്ചുങ്ങളുടെ പേരൊക്കെ ഇതൊക്കെ ബൈബിള് വായിച്ച നമ്മൾ ഇങ്ങനെയൊക്കെ ഇടും. അതാണ് നമ്മള് മറക്കാനായിട്ടുള്ളതാണ് ഇപ്പൊ ജോസഫ് പറഞ്ഞു. അപ്പൊ നമുക്ക് ജോസഫിനെ മറന്നില്ലായിരുന്നെങ്കിൽ സഹോദരങ്ങളെ വന്നപ്പോ അത് സ്നേഹിക്കാൻ പറ്റുമോ? പറ്റില്ലായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊരു ആന്റി ഇങ്ങനെ ചെറിയൊരു ഉദാഹരണത്തിലൂടെ അല്ലെങ്കിൽ ചെറിയൊരു കാര്യമായിട്ട് പറഞ്ഞെങ്കിലും നമുക്ക് സോഷ്യൽ മെസ്സേജ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ടോപ്പിക്കാണല്ലേ അത്. അല്ല, എന്റെ മനസ്സിനെ വല്ലാണ്ട് അങ്ങോട്ട് തട്ടി. അത് പിന്നെ വേറെ ഒരു സംഭവം കൂടി ഉണ്ടായി. ഇവിടെ അടുത്ത് ഒരു അമ്മ വയ്യാതെ കിടപ്പുണ്ടായിരുന്നു. മക്കള് നോക്കൂലായിരുന്നു. അത് വേറെ ഒരു ബന്ധുക്കളുടെ വീട്ടിൽ കിടന്ന അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ പ്രസംഗം പറഞ്ഞു. അച്ഛൻ പ്രസംഗം പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അമ്മ ഭർത്താവ് മരിച്ചിട്ട് മക്കളെ പൊന്നുപോലെ നോക്കി. അതുപോലെ തന്നെ ആ മക്കളും അമ്മേനെ നോക്കിയിരുന്നു. അപ്പൊ നോക്കിയിട്ടില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞതെന്താ, അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാ, അപ്പോഴാണ് എനിക്ക് തോന്നണേ അച്ഛന് ചിലപ്പോ ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടായിരിക്കും പറഞ്ഞ് മറക്കണം. മറന്നില്ലെങ്കിൽ ഈ പിള്ളേർക്ക് വാശിയാവൂലേ. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും അതാണ് എന്നെ വല്ലാണ്ട് ആകർഷിച്ച ഒരു വചനാണിത്. ഓക്കെ, എന്തായാലും അത് തന്നെയാണ് വേണ്ടത്. കാരണം നമ്മൾ പഴയ കാര്യങ്ങള് വാശി വരാൻ കാര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളിലുള്ള എല്ലാ കാര്യവും മറക്കുക അല്ലെ. ആരോട് കൈപ്പുള്ളിൽ സൂക്ഷിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അതന്നെ. ഓക്കെ ആന്റി. ഓക്കെ, അപ്പൊ 3-ാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഹലോ, ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. മഹാപുരോഹിതന്മാർക്കും മൂപ്പന്മാർക്കും മുൻപായി ആര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കും എന്നാണ് യേശു പറഞ്ഞത്? നിങ്ങൾക്ക് മുൻപായി സ്വർഗ്ഗരാജ്യത്തിൽ കടക്കും. വെരി ഗുഡ്. ഉത്തരം ശരിയാണ്. ചുങ്കക്കാരും വേശ്യമാരും. ഓക്കെ, അങ്ങനെ 3-ാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ, ചോദിക്കട്ടെ. യോഹന്നാൻ എന്ത് ഉപദേശിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്? നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട്. വെരി ഗുഡ്. ഉത്തരം ശരിയാണ്.
നീതിമാർഗം. ഓക്കെ, ഓക്കെ. അങ്ങനെ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു ആന്റി. കൺഗ്രാറ്റുലേഷൻസ്, വളരെ നല്ല കോളായിരുന്നു കേട്ടോ. രണ്ടുപേര് പാട്ട് പാടാൻ നേരമുണ്ടോ? ഉറപ്പായിട്ടും കേട്ടോ. എനിക്ക് സമയം ഇങ്ങനെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചില്ലാന്നേ ഉള്ളൂ. ആന്റിക്ക് സന്തോഷമായിട്ട് പാടാം. നിസാരമാം നിസാരമാം നീറും ദുഃഖങ്ങൾ, നിസാരമാം 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 നീറും ദുഃഖങ്ങൾ, നിസാരമാം നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നീ ദുഃഖങ്ങൾ, നിസാരമാം നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നീ ദുഃഖങ്ങൾ, നിസാരമാം പാതാളത്തോളം താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം ദൈവമുയർത്തും, കുഞ്ഞെ ദൈവമുയർത്തും, നിസാരമാം നിസാരമാം നീറും ദുഃഖങ്ങൾ, നിസാരമാം. താങ്ക് യു. ഹലോ ആന്റി, നല്ല പാട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഓക്കെ ആന്റി, അപ്പം ഒത്തിരി എന്താ പറയാ, ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്, ഒരുപാട് പാടിയിട്ടുള്ള പാട്ടാണ്. അതുകൊണ്ട് ആ പാട്ട് തന്നെ പാടിത്തന്നതിന് ഒരുപാട് സന്തോഷം കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം ആന്റി. തുടർന്നും പ്രോഗ്രാം കാണണം, പ്രോഗ്രാമിലേക്ക് വിളിക്കണം. ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് അന്നമ്മ ബേബി ആന്റി ആയിരുന്നു. വളരെ നല്ല കോളായിരുന്നു കേട്ടോ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേഗത്തിൽ പറയുകയും ചെയ്തു. അത് മാത്രമല്ല, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ആന്റി ഇങ്ങനെ ബൈബിളൊക്കെ വായിച്ച് പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കും. അതൊരു എന്താ പറയാ, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്കിനി അടുത്തതായിട്ടൊരു കോള് വരുന്നുണ്ട്. ആരാ നോക്ക്. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് അനിത. അനിത, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് വിളിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ്, 2 മക്കളുണ്ട്. മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? മൂത്ത മോൻ 8ാം ക്ലാസ്സിലും ഇളയ ആള് 3ലും. ഓക്കെ, അപ്പോ എങ്ങനെ സ്കൂളിൽ പോയോ കുട്ടികളൊക്കെ? തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. ഓക്കെ, എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ടല്ലോ? തീർച്ചയായിട്ടും. എങ്ങനെയാണ്, കണ്ടിന്യൂസ് ആയിട്ടാണോ വായിക്കുന്നത്? ഇല്ല, ഞാൻ ഇപ്പോ പുസ്തകം വായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ എന്താ പറയാ, ഓരോരോ അധ്യായം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന സമയങ്ങളും ഉണ്ട്, അല്ലാതെ ദൈവാത്മാവിനെ യോജിക്കുന്ന സമയങ്ങളും. ഓക്കെ, എന്താ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ? ഹസ്ബൻഡ് ഡ്രൈവറാണ്. അതെ, ഡ്രൈവറാണ്. ഓക്കെ ഓക്കെ. അപ്പോ പ്രോഗ്രാം കാണാറുണ്ടായിരുന്നോ? പ്രോഗ്രാം അങ്ങനെ എല്ലാ സമയത്തും കാണാൻ പറ്റത്തില്ല. കണ്ടിട്ടുണ്ട് എന്തായാലും അല്ലേ? ഓക്കെ. അപ്പോ എന്താ പറയാ, 4 ചോദ്യം ചോദിക്കും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ട്രൈ ചെയ്യാം. ഉറപ്പായിട്ടും. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആർക്കൊക്കെയാണ് പത്രോസ് കുടിലുകൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്? ഒന്ന് മോശയ്ക്കും ഏലിയാവിനും, പിന്നെ യേശു. കേട്ടില്ല. ഓക്കെ ഓക്കെ, യേശു എന്നല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ ഓക്കെ, ഉത്തരം ശരിയാണ്. യേശു, മോശെ, ഏലിയാവ്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ബൈബിളിനകത്തുള്ള ഒത്തിരി വ്യക്തികളെ നമുക്കറിയാം അല്ലെ? ബൈബിളിൽ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് അല്ലാതെ ഞാൻ പറയാണ് കേട്ടോ. അതില് നമ്മൾ വായിച്ചുള്ള അറിവില് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒത്തിരി നല്ല ക്വാളിറ്റീസ് ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് പറയാം ദാവീദ്. ഓക്കെ, ദാവീദില് കണ്ടിട്ടുള്ള കുറച്ച് നല്ല ക്വാളിറ്റീസ് പറയോ? ഒന്നാമത്തെ കാര്യം, പൂർണ്ണമായി ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വെരി ഗുഡ്, കറക്റ്റ്. നമുക്ക് ആർക്കും ഇല്ലാത്തൊരു ക്യാരക്ടർ സ്വഭാവമാണത്. അത് ദൈവത്തിന്റെ ടൈം എപ്പോഴാണോ അതിന് വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, വരുന്ന തെറ്റുകൾ, പിഴവുകൾ ദൈവസ്ഥനിൽ ഏറ്റു പറയാനുള്ള ഒരു മനസ്സുണ്ട്.
കറക്റ്റ്. അതാ. ഓക്കെ. മറ്റുള്ളവരുടെ ക്വാളിറ്റികളെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അതാ, ശരിയാണ് അല്ലേ? അങ്ങനെ. കാരണം ദാവീദ് അത്രയും ഒരു വലിയ ഉയർച്ചയിൽ എത്തിയതിന്റെ റീസണും അതൊക്കെ തന്നെയാണ് അല്ലേ? അതെ അതെ. കാരണം ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്, അതുപോലെ എല്ലാരോടും എന്താ പറയാ, വളരെ എന്താ പറയാ, അവരോടൊന്നും എല്ലാരെയും അംഗീകരിക്കാനുള്ള ഒരു കഴിവ്. പിന്നെ എന്തായിരുന്നു രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്? രണ്ടാമത്തത് ഒരു വിഷയം പറഞ്ഞു, അപ്പോഴത്തെ അവന്റെ കുറ്റങ്ങളെ ഏറ്റു പറഞ്ഞു നമ്മുടെ ലൈഫിൽ ഡെയിലി നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഒത്തിരി തെറ്റുകൾ നമുക്ക് പറ്റിപ്പോകാറുണ്ട്. അപ്പോൾ അത് ദൈവത്തോട് ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിക്കുക എന്ന് പറയുന്നതും വലിയൊരു ക്വാളിറ്റിയാണ് അല്ലേ? അതെ 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 അതെ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? യേശു രൂപാന്തരപ്പെട്ട സമയത്ത് മേഘത്തിൽ നിന്നും കേട്ട ശബ്ദം എന്തായിരുന്നു? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ, ഉത്തരം ശരിയാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ. ഓക്കെ, അത് ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഉത്തരം ശരിയാണ് കേട്ടോ. അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: അപസ്മാരം ഏതൊക്കെ രീതിയിലാണ് മകനെ ശല്യം ചെയ്തിരുന്നത് എന്നാണ് പറഞ്ഞത്? ഒന്ന് തീയിൽ തള്ളുന്ന ഒരു അനുഭവമുണ്ട്, ഒന്ന് വെള്ളത്തിൽ തള്ളിയിടാറുണ്ട്. ഇത് രണ്ടുമാണെന്നാണ് എന്റെ ഒരു. അതെ, ഉത്തരം ശരിയാണ്. പലപ്പോഴും തീയിലും പലപ്പോഴും മകനെ വെള്ളത്തിലും വീണ് കഷ്ടപ്പെടുന്നു അല്ലേ? അതെ അതെ. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അതിനു മുന്നേ ഞാൻ ചോദിക്കട്ടെ, പാട്ട് പാടുവോ? ഇല്ല ഇല്ല, പാട്ട് എല്ലാരും കൂട്ടത്തില് പാട്ട്. ഓക്കെ, എന്നാല് നാലാമത്തെ ചോദ്യം ചോദിക്കാലോ? ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്: ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാതിരുന്നത് എന്ത് എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു എന്ത് മറുപടി കൊടുത്തു? ഓക്കെ, ഉത്തരം ശരിയാണ്. നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ. ഓക്കെ, അങ്ങനെ നാലാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ തുടർന്ന് പ്രോഗ്രാം കാണണം, പ്രോഗ്രാമിലേക്ക് വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് അനിത എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു. വളരെ നല്ല കോളായിരുന്നു കേട്ടോ. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. മാത്രമല്ല, ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിൽ ദാവീദിനെ കുറിച്ച് പറയുകയും ചെയ്തു. ഓക്കെ, തുടർന്ന് വിളിക്കുന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ടൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, എന്താ ചെയ്യുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മകൻ. ഓക്കെ, എല്ലാരും സുഖായിരിക്കുന്നല്ലോ? അതെ അല്ലേ? ഓക്കെ ആന്റി, ഇവിടെയും എല്ലാരും എന്താ പറയാ സുഖമായിട്ടിരിക്കുകയാണ്. മഴയാണല്ലോ അല്ലേ? അതെ അല്ലേ? ഓക്കെ, എന്തായാലും അതാ ആന്റിയുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? യേശുവിന്റെ രാജ്യത്തിൽ അവന്റെ വലത്തും ഇടത്തും ഇരിക്കുവാൻ ആഗ്രഹിച്ചത് ആരാണ്? ഏതാണ്? യേശുവിന്റെ രാജ്യത്തിൽ അവന്റെ വലത്തും ഇടത്തും ഇരിക്കുവാൻ ആഗ്രഹിച്ചത് ആരാണ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്, സെബദി പുത്രന്മാർ. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു ആന്റി. കൺഗ്രാറ്റുലേഷൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ആരായിരിക്കണം? ഓക്കെ, അങ്ങനെ ആ ഒരു വെരി ഗുഡ്, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്, ദാസനാകണം. ഓക്കെ,
അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു ആന്റി. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, വന്നത് പിന്നെ എന്തിനാണ്? തന്റെ ജീവനെ മറുവിലായി കൊടുപ്പാനും എന്നതുപോലെ തന്നെ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലായി കൊടുപ്പാനും. ഓക്കെ, ഉത്തരം ശരിയാണ്. ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാലോ? യേശു എരിഹോവിൽ നിന്ന് പോകുമ്പോൾ വഴി അരികെ ഇരുന്ന എത്ര കുരുടന്മാരെയാണ് സൗഖ്യമാക്കിയത്? ഓക്കെ, ഉത്തരം ശരിയാണ്, 2. അങ്ങനെ 4 ചോദ്യങ്ങൾക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കേട്ടോ. ഓക്കെ ആന്റി, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ആന്റിയുടെ സിറ്റുവേഷൻ അറിയാന്നുള്ളതുകൊണ്ടാണ് ഒത്തിരി സംസാരിക്കാൻ നിൽക്കാത്തത്. കറണ്ട് ഇല്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പം എന്തായാലും സന്തോഷത്തോടെ സുഖത്തോടെ ദൈവം സൂക്ഷിക്കട്ടെ. വിളിച്ചതിന് ഒരുപാട് സന്തോഷം. തുടർന്ന് പ്രോഗ്രാം കാണണം, പ്രോഗ്രാമിലേക്ക് വിളിക്കണം. ഓക്കെ ഓക്കെ ആന്റി, ബൈ. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഏലിയമ്മ ആന്റി ആയിരുന്നു. വളരെ നല്ലൊരു കോളറാണ് കേട്ടോ. ഒരുപാട് നമ്മളോട് സംസാരിക്കുന്ന ആന്റിയാണ്. പക്ഷേ കറണ്ട് ഇല്ലാത്ത കാരണം ഫോണിനും ചാർജ് കുറവാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് വേഗത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിർത്തിയത്. എന്തായാലും തുടർന്നും ആന്റി പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ കോൾ സെഗ്മെന്റ് ഇവിടെ കഴിഞ്ഞു. തുടക്കത്തിലൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഈ സ്മിത്ത് തൻ്റെ പിതാവിനോട് പിതാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞതിലൂടെ തന്നെ പിതാവിൻ്റെ മനസ്സിനകത്ത് മാനസാന്തരം ഉണ്ടാകുകയും അദ്ദേഹം ദൈവത്തെ തിരിച്ചറിയാനും തുടങ്ങി. അങ്ങനെ വളരെ ഒരു ഭക്തനായിട്ടുള്ള ഒരു ദൈവമനുഷ്യനായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു. ഇതുപോലെ തന്നെ ആകണം നമ്മളും. അതായത് നമ്മൾ മനസ്സിൽ മാത്രം നമ്മളിങ്ങനെ ചിന്തിച്ചാൽ പോരാ, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം കേട്ടോ. നമുക്ക് ദൈവം ഒരു കാര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ ഒരാളോട് ഷെയർ ചെയ്യുന്നത് വളരെ മോശമാണെന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ്. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ കഷ്ടതയിലായിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അവരോട് പറയാം, നിങ്ങളും ദൈവത്തോട് ചോദിക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ദൈവം സഹായം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്ന വളരെ ഒരു നല്ലൊരു കാര്യമാണ്. അങ്ങനെ തന്നെ നിങ്ങൾക്കും ചെയ്യാൻ ദൈവം പറയാനുള്ള അവസരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.